നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ജൂൺ മാസത്തെ രേവതി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. രേവതി നക്ഷത്രം എന്ന് പറയുമ്പോൾ മീനക്കൂറാണ്. മീനത്തിലാണ് ശനി നിൽക്കുന്നത്. അപ്പോൾ 7.5 വർഷമായിട്ടുള്ള ശനിയിൽ ജന്മശനിയാണ് ഇപ്പം രേവതി നക്ഷത്രക്കാർക്ക് അനുഭവത്തിൽ ഉള്ളത്. അത് കാരണം കൊണ്ട് ആക്റ്റീവ് ആയാൽ പോലും ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന ഗുണം പൂർണ്ണമായിട്ടും കിട്ടാതെ ഇരിക്കുക, നിരാശ പോലെയുള്ള കാര്യങ്ങൾ, മാനസികമായിട്ട് ടെൻഷൻ ഉണ്ടാക്കുക, അലസത കുറച്ച് വർദ്ധിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. ആക്റ്റീവാണെന്ന് പറഞ്ഞാൽ ചെയ്യുന്ന തൊഴിലും അതുപോലെയുള്ള കാര്യങ്ങൾക്കാണ് ആക്റ്റീവായിട്ടുള്ള കാര്യം. അത് നിരാശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനസികമായിട്ട് ശുഭപ്രതീക്ഷ കുറയുന്ന ഒരു അവസ്ഥയാണ്. മാത്രമല്ല ലഗ്നത്തിൻ്റെ 12ാം ഭാവത്തിൽ രാഹുവാണ്. ചെലവ് ജാസ്തി വരിക, കാൽപാദത്തിന് വേദന ഉണ്ടാകുക, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾക്ക് യോഗമാണ്. പ്രബലമായിരിക്കുന്ന ശത്രുദോഷത്തിൻ്റെ ദുരിതം അനുഭവിക്കാനുള്ളൊരു യോഗം കൂടിയുള്ള സമയമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 4ാം ഭാവത്തിൽ ബാധകാധിപതിയും ശത്രുസ്ഥാനാധിപതിയും ഒരുമിച്ച് യോഗം ചെയ്ത് ലഗ്നാധിപതിയോട് ചേർന്നാണ് നിൽക്കുന്നത്. അപ്പോൾ 4ൽ ചാരവശാൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയം അത്ര നന്നല്ല. ആ സമയത്ത് കുടുംബ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് വീട് വിട്ട് നിൽക്കാൻ പോലും തോന്നുന്ന രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാൻ യോഗമാണ്. അതിനോടൊപ്പം തന്നെയാണ് ബുധൻ, അവിടെ ഭദ്രായോഗം ചെയ്ത് നിൽക്കുന്ന ബുധനാണ്, നിപുണായോഗം ചെയ്ത് നിൽക്കുന്ന ബുധനാണ്. പക്ഷേ ശത്രു സ്ഥാനാധിപതിയും ബാധകാധിപതിയും ഈ ബുധൻ തന്നെ ആയതുകൊണ്ട് കുറച്ച് പ്രതിസന്ധികളൊക്കെ ഭവന സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ അനുഭവിക്കാൻ ഇടവരാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട്. ആ ശത്രുസ്ഥാനത്ത് ക്ഷുദ്രകാരകനായിരിക്കുന്ന കേതു ചൊവ്വയോട് യോഗം ചെയ്താൽ നിൽക്കുന്നത്. അപ്പോൾ ശത്രുസ്ഥാനത്ത് 6ാം ഭാവത്തിൽ 6ാം ഭാവകാരകനായിരിക്കുന്ന ചൊവ്വ നിൽക്കുമ്പം സാധാരണഗതിയിൽ അവനവനുണ്ടാക്കുന്ന ശത്രുദോഷത്തിൻ്റെ ദുരിതം അനുഭവിക്കാനായിട്ട് യോഗമില്ല, അല്ലെങ്കിൽ അവന് ശത്രുദോഷം ഉണ്ടാകില്ല എന്ന് പറയണം. പക്ഷേ അവിടെ ക്ഷുദ്രകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്ന രാശിയുടെ അധിപതി ശത്രുസ്ഥാനാധിപതിയായിട്ട് 4 നിൽക്കുകയും ചെയ്യുന്നത് കൊണ്ട് കുടുംബ സംബന്ധമായിട്ട് പൂർവികമായിട്ട് വന്നിരിക്കുന്ന ശത്രുദോഷത്തിൻ്റെ ദുരിതം തടസ്സങ്ങളായിട്ട് അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ട് ശത്രുദോഷ പരിഹാരം ചെയ്യണം. ഈ മാസത്തിൽ ഗണപതി ഹോമം ചെയ്യുക. അതേപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ സുദർശന പുഷ്പാഞ്ജലി, നെയ്വിളക്ക് മുതലായിട്ടുള്ള കാര്യങ്ങളും, ശിവക്ഷേത്രത്തിൽ അഘോര പുഷ്പാഞ്ജലി, നെയ്വിളക്ക് മുതലാവുകയും ചെയ്തിട്ട് ഈ ശത്രുദോഷത്തിന് പരിഹാരം വരുത്താനും ദൈവാധീനം വർദ്ധിപ്പിക്കാനും ഒക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചാൽ നല്ല രീതിയിലുള്ള ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. കാരണം കർമാധിപതിക്ക് കർമ്മത്തിലേക്ക് ദൃഷ്ടിയുള്ളത് കാരണം തൊഴിലിൻ്റെ കാര്യത്തിൽ അനുകൂലാവസ്ഥയുണ്ട്. ചെയ്യുന്ന തൊഴിൽ നല്ല രീതിയിൽ ചെയ്തു പോകാനായിട്ട് സാധിക്കും. തൊഴിലില്ലാത്തവർക്ക് നല്ല തൊഴിൽ കിട്ടാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ 2ാം ഭാവാധിപതി ഭാഗ്യാധിപതി കൂടിയാണ്. അപ്പോൾ ഭാഗ്യാധിപതി ശത്രുസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ശത്രുക്കളിൽ നിന്ന് പോലും ഭാഗ്യം അനുഭവിക്കാൻ യോഗമുള്ള ഒരു സമയമാണ്. എങ്കിലും കേതുവിനോട് യോഗം ചെയ്ത് നിൽക്കുന്നത് കാരണം ഭാഗ്യത്തിനിടയ്ക്ക് മുറിവ് സംഭവിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. ഭാഗ്യക്കുറവ് ചില സമയത്തുണ്ടാകും. ആ സമയത്ത് അനാവശ്യമായിട്ടുള്ള ചെലവ് വർദ്ധിക്കും. നല്ല രീതിയിൽ സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നും. ഇതൊക്കെ ആണെങ്കിലും നിപുണായോഗം ചെയ്ത് വ്യാഴത്തോട് യോഗം ചെയ്തിട്ടാണ് ആദിത്യനും ബുധനും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസാരിച്ച് തന്ത്രപരമായ സംസാരത്തിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതൊരു ഗുണമാണ്. ചെയ്യുന്ന പ്രവർത്തനത്തിൽ നേതൃത്വ സ്വഭാവം ഉണ്ടാകും. പക്ഷേ നല്ല പ്രാർത്ഥനയും വഴിപാടുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ തടസ്സങ്ങൾ മാറി അനുകൂലമായിരിക്കുന്ന ഗുണഫലം ഈ മാസത്തിൽ രേവതി നക്ഷത്രക്കാർക്ക് അനുഭവിക്കാനുള്ള സാധ്യത കാണുന്നുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.